ഹലോ ഗൈസ്. അപ്പം നമ്മൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ്, ഒരു 1 ഡേ ട്രിപ്പ് പോകാമായിരുന്നു. വേറെ അടുത്തൊന്നുമില്ല, നമ്മൾ ട്രിവാൻഡ്രം തന്നെ നമ്മൾ ഫുള്ള് കറങ്ങി. അപ്പോൾ ഇത് നമ്മൾ ബസ്സിൽ കിടന്ന് ആർമാദിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ. ദെൻ നമ്മൾ ആദ്യം പോയത് പൂവാർ ബോട്ടിങ്ങിനായിരുന്നു. പൂവാർ ബോട്ടിങ് എത്തി. അതേ നമ്മൾ 3 ടീമായിട്ട് സ്പ്ലിറ്റായി. കാരണം ഒരു ബോട്ടിൽ 7 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ 3 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ അടുത്തുള്ള ടീമിനെ കണ്ടതിൻ്റെ സന്തോഷമാണ് കണ്ടത്. അടുത്ത വേറൊരു ടീമിനെ കണ്ടു, അതിൻ്റെ സന്തോഷമാണിത്. പിന്നെ ഇനി ഒരു ടീം കൂടി ഉണ്ട് കേട്ടോ, അത് ഇനി അടുത്ത വീഡിയോയിൽ വരുമായിരിക്കും. ഇതാണ് നമ്മൾ 3ാമത്തെ ടീം. അപ്പോൾ 3 പേരെ നമ്മൾ കണ്ട്, നമ്മളങ്ങനെ ഒരുമിച്ചൊക്കെ പോയി, 3 ബോട്ട് ഒരുമിച്ചൊക്കെ പോയി. പിന്നെ ഈ പൊക്കോണ്ടിരിക്കുന്ന നമ്മളെ ബോട്ടാണ് കേട്ടോ. ദെൻ നമ്മൾ ക്ഷീണിച്ച് വീണ്ടും ബസ്സിൽ കയറി. അതിന് വീണ്ടും നമ്മൾ ആർമാദിച്ചു. അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ഉസ്താദ് ഹോട്ടലാണ് പോകാൻ പോയി, ബട്ട് അവിടെ അടച്ചേക്കുമായിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ അൽ ഉസ്താദിൽ പോയി. എന്നിട്ട് ഫിഷ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണതാണ്. ഇത് തമ്പുരാൻ ഹോട്ടലിൻ്റെ, ഇത് ഉസ്താദ് ഹോട്ടലിൻ്റെ തന്നെയാണ് വീഡിയോ. ദെൻ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി അടുത്ത യാത്ര ആരംഭിച്ചു. അടുത്ത് നമ്മൾ പോകുന്ന ശംഖുമുഖത്തേക്കായിരുന്നു. ദെൻ നമ്മൾ ബീച്ചിലൊക്കെ കറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അക്വേറിയത്തിൽ പോയി. അത് വീഞ്ഞത്തേനുള്ള അക്വേറിയത്തിലാണ്. വലിയൊരു ആമയെ കണ്ടു ഗൈസ്, അത് അടിപൊളിയായിരുന്നു. ദെൻ ഞാൻ കിടന്ന് ആർമാദിക്കുന്നതാണ് വീണ്ടും ഇത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത ബീച്ചിൽ പോയി. നമ്മൾ കോവളത്ത്, ഐ തിങ്ക് ഇത് കോവളമാണ് കേട്ടോ. ദെൻ അവിടെ നമ്മൾ കുറേ ഫോട്ടോയും ഐസ്ക്രീമൊക്കെ കുടിച്ചു. ഇത് കുറച്ച് നേരം വൈബടിച്ചു. ഇത് വിഴിഞ്ഞം ഹാർബറാണ്. ദെൻ നമ്മൾ മിറർ മേസിൽ കയറി, അതിൻ്റെ തുമ്പത്താണിത്. ദെൻ ലാസ്റ്റ് നമ്മൾ ലുലു മാളിൽ പോയി, അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡാക്കി. അതിന് വീണ്ടും ബസ്സിൽ കയറി, എല്ലാവരും റിവ്യൂ ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ യാത്ര അവസാനിച്ചു ഗൈസ്.